ഹായ് ഫ്രണ്ട്സ്, പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇലക്ട്രിക് വാഹനങ്ങൾക്കൊക്കെ വാറണ്ടി ടൈം തീരുന്നതിന് മുമ്പ് തന്നെ ചില സാഹചര്യങ്ങളിൽ മാത്രം കംപ്ലയിൻസ് വരാറുണ്ട്. പക്ഷേ അത് നല്ല ഉത്തരവാദിത്തത്തോടു കൂടി ചെയ്യുന്ന കമ്പനികളാണെങ്കിൽ അത് വളരെ വേഗത്തിൽ പരിഹരിക്കാറുമുണ്ട്. 50% കമ്പനികളും പരിഹരിക്കുന്നുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്നാൽ ചൈനീസ് അസംബിൾഡ് ആയിട്ടുള്ള പല കമ്പനികളും ഇത് പരിഹരിക്കാൻ മടി കാണിക്കുന്നുണ്ടെന്നാണ് പലരും പറഞ്ഞു കേട്ടിട്ടുള്ള അനുഭവത്തിൽ പറയുവാനുള്ളത്. പക്ഷേ എന്തായാലും ഇത്തരം പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കമ്പനി എത്രയും പെട്ടെന്ന് പരിഹരിച്ചേ പറ്റുകയുള്ളൂ എന്നതിൻ്റെ ഏറ്റവും നല്ലൊരു ഉദാഹരണമാണ് ഈ ഒരു വാർത്ത എന്നത്. ഇലക്ട്രിക് സ്കൂട്ടറിൻ്റെ ബാറ്ററി തകരാർ പരിഹരിക്കുന്നതിൽ വീഴ്ച വരുത്തിയിട്ടുള്ള സ്ഥാപനത്തിന് 33,150 രൂപയാണ് ഇപ്പോൾ ജില്ലാ ഉപഭോക്തൃ കോടതി പിഴ ഇട്ടിട്ടുള്ളത്. എറണാകുളത്താണ് ഈ ഒരു സംഭവം നടന്നിട്ടുള്ളത്. എറണാകുളം മുഴുവന്നൂർ സ്വദേശി ജിജോ ജോർജ് പെരുമ്പാവൂരിലെ സ്ഥാപനത്തിനെതിരെ സമർപ്പിച്ച പരാതിയിലാണ് ഈ ഒരു വിധി വന്നിട്ടുള്ളത്. 2020 ഓഗസ്റ്റിലാണ് പരാതിക്കാരൻ 59,990 രൂപ കൊടുത്ത് ഇലക്ട്രിക് സ്കൂട്ടർ വാങ്ങിയത്. സ്കൂട്ടറിൻ്റെ ബാറ്ററിക്ക് 1 വർഷത്തെ വാറണ്ടിയും നൽകിയിട്ടുണ്ടായിരുന്നു. എന്നാൽ 6 മാസത്തിന് ശേഷം ഈ ഒരു സ്കൂട്ടറിൻ്റെ ബാറ്ററി കംപ്ലൈൻറ്റ് ആവുകയും പരാതിക്കാരൻ എടുത്ത സ്ഥാപനത്തെ സമീപിച്ചുവെങ്കിലും സ്ഥാപനം ആ ഒരു സ്കൂട്ടറിൻ്റെ ബാറ്ററി മാറ്റി കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. ബാറ്ററി റിപ്പയർ ചെയ്ത് മടക്കി അയച്ചു. എന്നാൽ പിന്നെയും കംപ്ലൈൻറ്റ് ആവുകയും ചെയ്തപ്പോഴാണ് തിരികെ ചെന്ന് ബാറ്ററി മാറ്റണമെന്ന് ആവശ്യപ്പെട്ടതും സ്ഥാപനം ഉടമ പറയുകയും ചെയ്തത്. പിന്നീട് ആ കസ്റ്റമർ കേസുമായി മുന്നോട്ട് പോവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് അദ്ദേഹത്തിന് അനുകൂലമായി ഇപ്പോൾ ഒരു വിധി വന്നതും അതിൽ ബാറ്ററി, ചാർജർ എന്നിവയുടെ വിലയായിട്ടുള്ള 18,150 രൂപയും കോടതി ചിലവ്, നഷ്ടപരിഹാരം എന്നിവയിൽ 15,000 രൂപയും അങ്ങനെ ടോട്ടൽ 33,500 രൂപ 15 ദിവസത്തിനുള്ളിൽ കസ്റ്റമർക്ക് നഷ്ടപരിഹാരം കൊടുക്കാനുള്ള വിധി വന്നിട്ടുള്ളത്. ബോസ് ഇലക്ട്രോ വീൽസ് എന്നാണ് ആ ഒരു സ്ഥാപനത്തിൻ്റെ പേരെന്നത്. എന്തായാലും കസ്റ്റമർക്ക് വളരെ അനുകൂലമായിട്ടുള്ളൊരു വിധിയാണ് വന്നിട്ടുള്ളതെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെ ആയിക്കോട്ടെ അത് താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇത്തരം വീഡിയോകൾ ലഭിക്കുന്നതിനായിട്ട് മറക്കാതെ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഫ്രണ്ട്സ്.